الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. وبعد، قال صلى الله عليه وسلم: أدبني ربي فأحسن تأديبي. الله تعالى എന്നെ എങ്ങനെ പെരുമാറണമെന്ന് മര്യാദ പഠിപ്പിച്ചു. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. മര്യാദയെ ഇംഗ്ലീഷിൽ മാനർ എന്ന് പറയും. ഇൽമ് വേറെ, അദബ് വേറെ. ഒരുപാട് ഇൽമ് പഠിച്ച ആളുകളെ നമ്മൾ പറയും അദബില്ല. കുട്ടി പഠിച്ചിട്ടുണ്ടാവും, വാപ്പയോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, അദബില്ല. അല്ലാഹു തആല അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. അല്ലാഹു തആല എന്നെ മര്യാദകൾ പഠിപ്പിച്ചു തന്നു. എങ്ങനത്തെ അള്ളാഹ് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്രയ്ക്ക് ഉത്തമമായ മര്യാദ. മര്യാദയ്ക്ക് ഇംഗ്ലീഷിൽ മാനർ, കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, അതാണ് മാനർ. ഇങ്ങനെ ഇരിക്കും. വാപ്പ വരുമ്പോ കാല് നീട്ടിയിരിക്കും മോന്. വാപ്പ വരുമ്പോ കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, ഇതാണ് മാനർ. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റസൂലിന് വേണ്ടി ചില അതാണ് മര്യാദ എന്ന് പറയുന്നത്. മര്യാദ ഇംഗ്ലീഷിൽ കൺസിഡറേഷൻ ഫോർ അതേഴ്സ്. അങ്ങനെ റാഹത്തായിട്ട് കൂട്ടുകാരെ കൂടെ സംസാരിച്ചിരിക്കും. അപ്പോഴാണ് വാപ്പ അവിടെ കൂടി പോകുന്നത് കാണുന്നത്. വാപ്പ അവനെ കാണുന്നില്ല. കുട്ടികൾ മനസ്സിലാക്കും, അവന്റെ വാപ്പ അവിടെ കൂടെ പോയി. ഇതാണ് അദബ്. ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു, നമ്മുടെ വാപ്പ കയറി വരുന്നു. അവിടെ കുട്ടികൾക്കറിയില്ല. സംസാരിച്ച് നിൽക്കുന്ന മകന്റെ സംസാരം കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും. അതാണ് അദബ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അദബ് പഠിപ്പിച്ച നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അദബുകളിലൊന്ന്, ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ, രോഗികളെടുത്ത് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ പോകണം, മരിച്ച വീടുകളിൽ പോകുമ്പോൾ എങ്ങനെ പോകണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാം കിട്ടെന്ന് പറയാം. അതായത് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അബൂ സലമ. ആ ഉമ്മു സലമ പറയാണ്, എന്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചപ്പോൾ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ. എന്റെ ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കേറി വന്നു. വഖദ് ശഖ്ഖ ബസറഹു. ശഖ്ഖ അതായത് മരിച്ചവന്റെ കണ്ണ് ശഖ്ഖ അടക്കില്ല, തുറന്നിരിക്കും. കാരണം ഫഅഗ്മളഹു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിനെ നമ്മളൊക്കെ ചെയ്യും പോലെ മൈക്ക് അടയ്ക്കും. കാരണം എന്നറിയോ? ثم قال إن الروح إذا قبل تبعه البصر. നമ്മളുടെ റൂഹിനെ അവസാനമായിട്ട് കാണുന്നത് കണ്ണാണ്. ഈ റൂഹിനെ കണ്ണ് കാണും. റൂഹ് കുറേശ്ശെയായിട്ട് മരിക്കും. പലപ്പോഴും കാലിൽ നിന്നാണ് മരണം തുടങ്ങുന്നത്. ആശുപത്രികളിൽ പോയാൽ നഴ്സന്മാര് മഹത്തദർ എന്ന് പറയുന്ന രോഗികളെ കാലിൽ ചുരണ്ടി നോക്കൂ. കാല് ചുരണ്ടുമ്പോൾ അനക്കമുണ്ടെങ്കിൽ കാല് മരിച്ചിട്ടില്ല എന്നാണ് സയന്റിഫിക്. എനിവേ, സക്കറാത്തിന്റെ തുടക്കം കാലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബഅഹുൽ ബസർ. റൂഹ് പോയി കഴിഞ്ഞാൽ തബഅഹുൽ, അതായത് ലൈറ്റ് സ്വിച്ച് ഇടുന്നതും ലൈറ്റ് അണയുന്നതും പോലെ, റൂഹ് അങ്ങ് പോകുന്നതും റൂഹ് പോകുന്ന പോക്കിനെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നതും അപ്പം ആ കണ്ണങ്ങനെ നിൽക്കും. കാരണം റൂഹ് പോയി, കണ്ണ് പിന്നെ ചലിക്കൂല. അതാണ് കണ്ണ് ഉടനെ അടയ്ക്കുന്നത്. കാരണം പിന്നെ അവനെ കാണുമ്പോൾ ആളുകൾക്ക്, അത് മയ്യത്തിന്റെ ഫർദൊന്നുമല്ല, അതിന്റെ കുടുംബക്കാരുടെ പണിയാണത്. കാരണം അവനെ കാണുമ്പോൾ ആളുകൾക്ക് പേടി തോന്നും.
അപ്പൊ റൂഹ് പോകുമ്പോ റൂഹിനെ കണ്ണ് നോക്കിക്കൊണ്ടേയിരിക്കും. അവസാനമായിട്ട് റൂഹ് പോകുന്നതും കണ്ണ് അതിന്റെ പിറകെ പോകുന്നതും, അതുകൊണ്ടാണ് കണ്ണ് മുകളിലോട്ട് കയറുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും ഇല്ലാ ബിഖൈരിൻ ബൈനൽ മലായികത യുഅ്മിനൂന അലാ മാ തഖൂലൂൻ. മരിച്ച വീടുകളിൽ രോഗികളെടുത്ത് പോകുമ്പോ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗി സുഖമില്ലാണ്ട് കിടക്കുമ്പോ ആരും മനസ്സിലാക്കരുത് അവനെ അള്ളാഹ് ശിക്ഷിച്ചിട്ടിരിക്കുകയാണെന്നില്ല. അള്ളാന്റെ പരിശോധനയിൽ ഇരിക്കുകയാണ് അവൻ. ഒരുപക്ഷെ അവനെ സ്വർഗത്തിന്റെ അഹലുകാരനാക്കാൻ വേണ്ടി അള്ളാഹു ഇട്ടിരിക്കുകയാണ്. കാരണം എന്ത്? ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിന്റെ കാര്യത്തിലും ആ മജ്ലിസിൽ വെച്ച് പറയില്ല. അത് തൊലഞ്ഞു പോട്ടെ, അത് എങ്ങനെയും പോട്ടെ, അവന്മാരൊക്കെ അങ്ങനെ തന്നെ എന്ന് പറയരുത് നിങ്ങള്. ഇല്ലാ ബിഖൈർ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ രോഗിയുടെ അടുത്ത് പോകുമ്പോൾ, സുഖക്കേട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ, ഇദാ ദഖൽതും അലൽ മരീദ്, സുഖക്കേടുകാരുടെ അടുത്ത് പോകുമ്പോ, നഫ്ഫിസൂ ലഹു ബിൽ അജലി, ഒന്നുമില്ലെങ്കിലും അല്ലാഹ് ശിവയാക്കി തരുമെന്ന് അവന് സന്തോഷ വാർത്ത നിങ്ങൾ പറയണം. മുഹ്തദറല്ലാത്ത, സക്കറാത്തല്ലാത്ത ഏത് രോഗിയുടെ അടുത്ത് പോയാലും നഫ്ഫിസൂഹു ബിൽ അജൽ ഫഇന്നഹു ലാ യറദ്ദു ശൈഅൻ മിൻ ഖദ്രില്ലാഹ്, അല്ലാഹുവിന്റെ ഖദർ അത് അതുപോലെ നടക്കും. സന്തോഷിക്കൂ. രോഗികളുടെ അടുത്തായാലും പോയാൽ രോഗികളുടെ അടുത്ത് മലായികത്തുകൾ നിൽക്കും. നമ്മുടെ നഫ്സിന് തന്നെ, നിങ്ങൾക്ക് അറിയില്ല, വലിയ ആശുപത്രികളിൽ അറബി രാജ്യങ്ങളിൽ രോഗിയുടെ അടുത്ത്